നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സുഹൃത്തായ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതായത് കുംഭമേള തിരുനാവായയിൽ നടക്കാൻ തീരുമാനിച്ച കുംഭമേളയ്ക്ക് ഒരു തടസ്സം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സനാതനധർമ്മ സംസ്കാരത്തിന് ഒരു അടിയേറ്റിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു ഭക്തി ഗാനമേള, ഭജൻസ്, അതിനെതിരെ ആൾക്കാർ രംഗത്ത് വരുന്നു. ശബരിമലയിൽ ഒരു പച്ചക്കൊടി അതിൻ്റെ മുകളിൽ സന്നിധാനത്ത് കണ്ടു. അത് വിമർശനം വരുന്നതിൽ പെട്ടെന്ന് അഴിച്ചു മാറ്റുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. സർ, എന്താണിതിന് കാരണം? ഇതെവിടേക്കാണ് ചെന്ന് എത്തുന്നത്? സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത് എനിക്ക് ഒരു നിസ്സംഗഭാവമാണുള്ളത്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആൾക്കാർ, ഉദാഹരണത്തിന് ഇപ്പം ഈയിടെയായിട്ട് സുനിൽ പി ഇളയിടത്തിൻ്റെ ഒരു വാക്ക് കണ്ടു. ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ വൈവിധ്യപൂർണമായ നമ്മുടെ ഭൂതകാലത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അയാൾ പറയുന്നത്. അതായത് ഹിന്ദുത്വം അയാൾക്ക് താല്പര്യമില്ല. പിന്നെ അയാൾക്ക് താല്പര്യം, അയാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാം. അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, അത് ആവശ്യമാണെന്ന് ഇയാൾ മുൻപ് പറയുകയുണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ള ചില ആൾക്കാരാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഹൈന്ദവർ തന്നെ, അല്ലാതെ മറ്റ് മതങ്ങളല്ല. പിന്നെ നമ്മൾ ആരോപിക്കുക അവരതിൻ്റെ പിന്നിലുണ്ടായിരിക്കും, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റതൊക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും എന്നുള്ളത് ഒരാരോപണം മാത്രമാണ്. പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ മുന്നിലുള്ളതൊക്കെ ഹൈന്ദവ സമൂഹം തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയല്ലല്ലോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതും മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, എല്ലാവരും ഉള്ളവരാണ്, അല്ലേ? അപ്പോൾ അവരൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഈ ഹൈന്ദവ സുഹൃത്തുക്കൾ കൂടി അതിന് സപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെയാണല്ലോ അത് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ പൊളിറ്റിക്സാണ്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ BJP വളരുന്നു. അപ്പോൾ അതിൻ്റെ ആ വെപ്രാളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ പിടിച്ചു, ഒരു MP ഉണ്ടായി. ഇതൊക്കെ ഒന്നും ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വിറളി പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല, എന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഇവർക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുന്നതിന് പകരം അത് മുഴുവൻ കുറ്റം പറയുക. ആരെ കുറ്റം പറയുക? RSSനെയും BJPയെയും കുറ്റം പറയുക എന്ന അവസ്ഥയിലാണ് ചെന്നെത്തുന്നത്. പക്ഷെ കുറേ കഴിയുമ്പോൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കുംഭമേള നടന്നാലും ഇല്ലെങ്കിലും നടക്കും എന്ന് സംഘടനകൾ പറയുന്നു, നടത്തും എന്ന് പറയുന്നു. വാശിയിൽ നടക്കില്ലെന്ന് ഇവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, ഒരു സംഘടന ഉണ്ടാകും, അല്ലെങ്കിൽ കോടതി ഇടപെടെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ദോഷമുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇലക്ഷന് മുമ്പാണ് ഇപ്പോൾ ഇതൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെ നടക്കും. ഈ യഥോധർമ്മസ്തതോ ജയ എന്ന് പണ്ട് മുതലുള്ള ഒരു വാക്കാണ്. എവിടെയാണോ ധർമ്മം അവിടെ വിജയിക്കും. ഭാരതത്തിൽ ഈ ക്രിസ്തുവിന് മുൻപുള്ള ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലോ. അവരാണല്ലോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന സനാതന ധർമ്മ വിശ്വാസികൾ. ആ വിശ്വാസികളിലേക്കാണല്ലോ വിദേശികൾ കടന്നു വന്നത്. പിന്നെ പല മതങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായി. പക്ഷെ ഭാരതീയ സനാതന ധർമ്മ വിശ്വാസികൾ ആരുടെയും നെഞ്ചത്ത് കയറിയിട്ടില്ല. നമ്മൾ മതം മാറ്റാൻ നിന്നിട്ടില്ല, ആരോടും ശത്രുതയും പുലർത്തിയിട്ടില്ല, ഒരു രാജ്യവും ആക്രമിക്കാനും പോയിട്ടില്ല. അങ്ങനെ നിൽക്കെ ധർമ്മം നമ്മുടെ പക്ഷത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇവിടെ പിടിച്ചെടുക്കാനാണ് ഓരോരുത്തർ ശ്രമിക്കുന്നത്. അത് വിജയിച്ചോളണമെന്നില്ല. കാരണം ഭാരതത്തിനൊരു ആധ്യാത്മിക ശക്തിയുണ്ട്. ആ ശക്തി പ്രത്യേകിച്ച് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉണർന്നതോടുകൂടി അത് ഒന്നുകൂടി ഉണർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആധ്യാത്മിക ശക്തി ഉണ്ട് ശരിക്കും.
അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. തൽക്കാലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മാത്രം. ചിലർ പറയുന്നു ഇവിടെ എന്താണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സ്ഥിതിയാവും ഇവിടെ കേരളത്തിൽ. വെറുതെ പറയുന്ന അതൊന്നുമല്ല. ബംഗ്ലാദേശ് വേറൊരു രാജ്യമാണ്. ഈ കേരളം എന്ന് പറഞ്ഞ ഒരു ഇട്ടാവട്ടത്തിലൂടെ സംസ്ഥാനമാണ് ഭാരതത്തിൻ്റെ. അതിലും ചെറിയൊന്നാണ് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. സംഭവിക്കും ഇങ്ങനെ. ഈ ഇയാൾ പറയുന്നുണ്ടല്ലോ, പാകിസ്ഥാനിലെ പട്ടാള മേധാവി, അയാൾ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക. തീവ്രവാദികൾ ഞങ്ങൾ 1000 പേരെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, തീവ്രവാദികളെ അവിടെ ഭാരതത്തെ നശിപ്പിക്കുക എന്നൊക്കെയല്ലേ ഒരു വിദ്വാൻ പറഞ്ഞിരുന്നത്. ഭാരതം എന്തെങ്കിലും മറുപടി പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ പ്രീ പ്ലാൻഡ് ആണ്. ഇവിടെ നമുക്ക് ആരൊക്കെയാണ് ശത്രുക്കൾ വ്യക്തമായിട്ട് പട്ടാളത്തിനും അറിയാം. ഇന്ത്യക്കകത്തുമുണ്ട് പുറത്തുമുണ്ട് ആരൊക്കെയാണ് എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെ വ്യക്തമായ ചിത്രം അവരുടെ കൈവശമുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുക. കുംഭമേള നടക്കുക നടക്കാതിരിക്കട്ടെ, മനസ്സിലായി. നമ്മളെ അതൊന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ തിരുമേനി ആയതുകൊണ്ട് പറയുക, നമ്മൾക്ക് വേദാന്തികളല്ലേ. വേദാന്തികൾക്ക് തിരുമേനിയോട് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേദാന്ത കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം അതിരുകളില്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വസുധൈവ കുടുംബകം എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞ് വിശാലമായി നിൽക്കുകയാണ്. സനാതനധർമ്മം ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അത് പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. പല മതവിഭാഗങ്ങളും ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു. ഒരു 10 500 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സഹസ്രാബ്ദം കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താവുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്നുള്ള പല രാഷ്ട്രീയ പാർട്ടികളും പല മതങ്ങളും ഇല്ലാതായി എന്ന് വരും. അപ്പോഴും ധർമ്മം ക്ഷയിക്കില്ല, സനാതനധർമ്മം. കാരണം ഇത് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടെന്നും ആർക്കും പറയാൻ പറ്റില്ല. ശ്രീരാമൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, അതിനു മുമ്പ് ത്രേതായുഗ മുഖത്തിൽ തുടങ്ങിയ കാലം ഇന്നും ഉണ്ട് സനാതനധർമ്മം ഇവിടെ. മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ് ഇവിടെ. ഭാരതത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിന് യോജിച്ച ഒരു ഭരണാധികാരികൾ ഇപ്പോഴാണ് ഉണ്ടായത്. അമേരിക്ക എന്തൊക്കെ തലകുത്തി മറിഞ്ഞു, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചു എന്ന് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള അമേരിക്കൻ ആരാധകരായിട്ടുള്ള ആൾക്കാർ പറയുക എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടും മിണ്ടുന്നുമില്ല. 500%, 600%, എത്ര വേണമെങ്കിൽ താരിഫ് ഏർപ്പാടാക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? അതിനൊക്കെ വഴി നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ ലോകം ചുറ്റുമ്പോൾ എല്ലാവരും കളിയാക്കി, പ്രധാനമന്ത്രി ഉലകം ചുറ്റും വാലിബൻ എന്നൊക്കെ. ആ പോയ പോക്കിനൊക്കെ ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ രംഗത്തും വിലയിരുത്താൻ മിടുക്കന്മാരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. ഒരു വിഷയം കണ്ട കൃത്യമായിട്ട് സംഗതി അവിടെ മന്ത്രിയുടെ മേശപ്പുറത്തെത്തും, സംഗതി ഇന്നതാണെന്ന്. പിന്നെ അതിന് പരിഹാരമാണ് കണ്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊരു സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നൊരു വിഷയമല്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇവിടെ. മനസ്സിലായോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാവും നമുക്ക് ആരതൊക്കെ പറയുന്നത്? ഒന്നുമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, നടക്കാതെ വന്നു കഴിഞ്ഞാൽ ദോഷം അവർക്ക് തന്നെയാണ്. ഇലക്ഷന് മുമ്പ് അതുകൊണ്ട് തന്നെ ഇത് നടക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കുംഭമേള നടക്കാതിരുന്ന ദോഷം മുഴുവൻ അവർക്കാണ്. എന്തുകൊണ്ട്? ഇലക്ഷനാണ് വരാൻ പോകുന്നു. ഇലക്ഷനിൽ എന്തായിരിക്കും സ്ഥിതി? BJPക്ക് നേട്ടം, കോൺഗ്രസിന് നേട്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവരൊരക്ഷരം പറഞ്ഞിട്ടില്ല, അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഈ ഭാരതീയ സനാതനധർമ്മത്തിനെതിരായിട്ടാണ് രണ്ട് കൂട്ടർ LDFും UDFും എന്നുള്ള പൊതുവെ ധാരണ പരന്നു കഴിഞ്ഞു. ഇത് ഇല്ലാതായാൽ തീർച്ചയായിട്ടും ഇതാക്കും. അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരും. അത് അവരുടെ നാശത്തിനാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അതിൽ വിഷമിക്കുവാനും നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ നോക്കുക.
യഥോധർമ്മസ്തതോ ജയ, എവിടെ ധർമ്മം അവിടെ ജയിക്കും അല്ലേ? അതതിൻ്റെ വഴിക്ക് പോയിക്കോളും. കാരണം നമ്മളൊക്കെ ഈശ്വരവിശ്വാസികളുമാണല്ലോ. ഈശ്വരവിശ്വാസികൾക്ക് എന്തിനാ ഭയം? ഈ ഭയപ്പെടുന്ന ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവരായി ഭയപ്പെടുന്നതും അക്രമത്തിന് മുതിരുന്നതും. ഈശ്വരനിൽ വിശ്വാസമുള്ള ആൾക്കാർ അതിന് ചെയ്യാറാവില്ല, യാതൊരു സംശയവുമില്ല. അതാണ് ഉറച്ച ഈശ്വരവിശ്വാസം. അല്ലാതെ എന്തെങ്കിലും കേട്ടാൽ ചാടിക്കളിച്ച് ആകെ ബഹളം വയ്ക്കുന്നത് ഈശ്വര വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. എല്ലാറ്റിനും ഒരു സമാധാനമുണ്ടാകും, എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിക്കണമെങ്കിൽ ഈശ്വരവിശ്വാസം ഉണ്ടാകണം. ഇതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.